ഓർക്കിഡിൻ്റെ കുടുംബത്തിൽപ്പെട്ട സുഗന്ധവ്യഞ്ജനം ഏത്? കുരുമുളക്, ഏലം, വാനില, ഇടംപിരി. ഉത്തരം വാനില. വാനില ഓർക്കിഡുകളിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ഒരു സുഗന്ധവ്യഞ്ജനമാണ്. വാനില പ്രാഥമികമായി പരന്ന ഇലകളുള്ള വാനിലയുടെ കായ്കളിൽ നിന്നാണ് ലഭിക്കുന്നത്. പല്ലുപുളിപ്പ് പെട്ടെന്ന് മാറ്റുന്ന വസ്തു ഏത്? പാൽ, ഉമിക്കരി, തേൻ, ഏലം. ഉത്തരം തേൻ. പല്ലിൻ്റെ പുളിപ്പ് ഇല്ലാതാക്കാൻ തേൻ ഉപയോഗിക്കുന്നതിന് 1 സ്പൂൺ തേനും 1/2 ഗ്ലാസ് ചെറു ചൂടുവെള്ളവും ചേർത്ത് നിങ്ങളുടെ വായ കഴുകണം. ഇത് നിങ്ങളുടെ പല്ലുകളുടെ പുളിപ്പ് മാറ്റുന്നത് മാത്രമല്ല, വായിലെ മറ്റ് പ്രശ്നങ്ങൾക്ക് രോഗശാന്തി ലഭിക്കാൻ സഹായിക്കുകയും ചെയ്യും. ഏത് രാജ്യത്താണ് മദർ തെരേസ ജനിച്ചത്? ഇറ്റലി, ഇസ്രായേൽ, മാസിഡോണിയ, റോം. ഉത്തരം മാസിഡോണിയ. 1910 ഓഗസ്റ്റ് 26-ന് ഓട്ടോമൻ സാമ്രാജ്യത്തിലെ ഉസ്കപ്പിലാണ് മദർ തെരേസ ജനിച്ചത്, ഇപ്പോഴത്തെ മാസിഡോണിയ. ഇന്ത്യയിൽ എത്ര തരം മാങ്ങകളുണ്ട്? 500 തരം, 1000 തരം, 1500 തരം, 2000 തരം. ഉത്തരം 1500. ഇന്ത്യയിൽ 1000 വാണിജ്യ ഇനങ്ങൾ ഉൾപ്പെടെ 1500 ഇനം മാങ്ങകൾ കൃഷി ചെയ്യുന്നു. മലയാള സാഹിത്യത്തിലെ ഏറ്റവും വലിയ പുരസ്കാരം ഏത്? എഴുത്തച്ഛൻ പുരസ്കാരം, ഓടക്കുഴൽ പുരസ്കാരം, വള്ളത്തോൾ പുരസ്കാരം, വയലാർ അവാർഡ്. ഉത്തരം എഴുത്തച്ഛൻ പുരസ്കാരം. സംസ്ഥാനത്തിലെ പരമോന്നത സാഹിത്യ ബഹുമതിയാണ് എഴുത്തച്ഛൻ പുരസ്കാരം. ഏത് സമുദ്രത്തിലാണ് ടൈറ്റാനിക് കപ്പൽ മുങ്ങിയത്? പസഫിക്, ഇന്ത്യൻ, അറ്റ്ലാന്റിക്, ആർട്ടിക്. ഉത്തരം അറ്റ്ലാന്റിക്. ലോകത്തിലെ ഏറ്റവും വലുതും ആഡംബരപൂർണവുമായ കപ്പലായ ടൈറ്റാനിക് 1912 ഏപ്രിൽ 15-ന് വടക്കൻ അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ് മുങ്ങിയത്. വിവാദമായ രാജൻ കേസിൻ്റെ പശ്ചാത്തലത്തിൽ നിർമ്മിച്ച മലയാള സിനിമ ഏത്? ക്രൈം ഫയൽ, ലാൽ സലാം, പിറവി, കോൾഡ് കേസ്. ഉത്തരം പിറവി. ഷാജി എൻ കരുണൻ സംവിധാനം ചെയ്ത് 1988-ൽ പുറത്തിറക്കിയ പിറവി എന്ന മലയാള ചലച്ചിത്രത്തിൻ്റെ ഇതിവൃത്തം ഈ സംഭവത്തിൽ നിന്നാണ് ഉണ്ടായത്. തള്ളവിരലിന് തുല്യമായ നീളമുള്ള ശരീരഭാഗം ഏത്? കണ്ണ്, മൂക്ക്, ജനനേന്ദ്രിയം, വായ. ഉത്തരം മൂക്ക്. ആണായാലും പെണ്ണായാലും ആ വ്യക്തിയുടെ തള്ളവിരലിനും മൂക്കിനും ഒരേ നീളമായിരിക്കും. ജോലിയിലോ ബിസിനസ്സിലോ ഉള്ള പ്രശ്നങ്ങൾ മാറാൻ വാസ്തുപ്രകാരം മുറ്റത്ത് നടേണ്ട വൃക്ഷം ഏത്? കവുങ്ങ്, തെങ്ങ്, കണിക്കൊന്ന, മഞ്ചാടി. ഉത്തരം തെങ്ങ്. ജോലിയിലോ ബിസിനസ്സിലോ ഉള്ള പ്രശ്നങ്ങൾ മാറ്റാൻ വാസ്തുപ്രകാരം മുറ്റത്ത് നടേണ്ട വൃക്ഷമാണ് തെങ്ങ്. കൂടാതെ വീട്ടിലെ നെഗറ്റീവ് എനർജി മാറാൻ തെക്കുവശത്തോ പടിഞ്ഞാറ് വശത്തോ തെങ്ങ് നടാം. ദൈവത്തിൻ്റെ സ്വന്തം തലസ്ഥാനം എന്നറിയപ്പെടുന്ന കേരളത്തിലെ ജില്ല ഏത്? കൊല്ലം, വയനാട്, ഇടുക്കി, തൃശ്ശൂർ. ഉത്തരം കൊല്ലം. മുമ്പ് കൊയിലോൺ എന്നറിയപ്പെട്ടിരുന്ന കൊല്ലം ജില്ലയിലെ ദൈവത്തിൻ്റെ സ്വന്തം തലസ്ഥാനം എന്നാണ് വിളിക്കപ്പെടുന്നത്. ഈ ജില്ലയ്ക്ക് ഒരു നീണ്ട തീരപ്രദേശമുണ്ട്. കൂടാതെ ഒരു പ്രധാന കടൽ തുറമുഖവുമുണ്ട്. കേരളത്തിൻ്റെ കായലുകളിലേക്കുള്ള പ്രവേശന കവാടമാണ് കൊല്ലം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. കൂടാതെ വീഡിയോ ലൈക്ക് ചെയ്യുകയും വേണം. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നാളെ കാണാം. ബൈ.